ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ട്രൂ കോളിൻ്റെ ഒരു ഹിഡൻ ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ അധിക പേരും ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾക്കറിയാം, പുറത്തുള്ള ആൾക്കാർ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് ആരാണ് വിളിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എടുക്കേണ്ട ആവശ്യമില്ലാത്ത നമ്പറുകളാണെങ്കിൽ നമ്മൾക്ക് എടുക്കാതിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രൂ കോളറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചില സമയങ്ങളിൽ നമ്മളെ നോർമലായിട്ട് ഓൾമോസ്റ്റ് ജിയോക്ക് ഉപയോഗിക്കുന്നത് 4G തന്നെയാണ് അവരെ കോളിംഗ് ഒക്കെ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് കണക്ട് ആവാറുണ്ട്. എന്നാൽ നമ്മൾ 2G to 2G കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 4G to 2G ഒക്കെ കൊടുക്കുമ്പോൾ ഈ 2Gയിൽ നെറ്റ്വർക്ക് കണക്ട് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പം ഇങ്ങനെ 3-4 ബീപ്പൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 10-15 ബീപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ കോള് കണക്ട് ആവുക. ഇങ്ങനെ ഈ കോള് കണക്ട് ആവാൻ വേണ്ടി കുറച്ച് ലാറ്റൻസി സമയം എടുക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇപ്പോഴത്തെ നിലവിൽ നെറ്റ്വർക്കിൽ ഇപ്പം നോർമലായിട്ട് ഐഡിയക്ക് വോൾട്ടി വന്നു എന്ന് എനിക്കറിയില്ല. അപ്പം ഐഡിയ പോലുള്ള സർവീസുകൾ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് നോർമലായിട്ട് കോള് പോകുമ്പോഴും ആ കോള് മറ്റൊരു 4G അല്ലെങ്കിൽ വേറൊരു ഇതിലേക്ക് കണ്ടാൽ കുറച്ച് സമയം എടുക്കും. അപ്പം അതിനെക്കാട്ടും വേഗതയുണ്ട് ഇൻ്റർനെറ്റിന്. അപ്പം നമ്മളിപ്പോൾ 2 ഫോണുകളിലും ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. നമ്മൾ വിളിക്കുന്ന ആൾക്കാരിലും നമ്മുടെ ഫോണിലും ഉണ്ട്, നമ്മൾ വിളിക്കുന്ന ആൾക്കാരുടെ ഫോണിലും ട്രൂ കോളർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ട്രൂ കോളർ അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ അയക്കും, ഇന്നയാൾ കോള് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾക്ക് ട്രൂ കോളറിൻ്റെ കോള് വരുന്നതിലുള്ള സംഭവം വന്നിട്ടുണ്ടാവും. സൈലൻസ് മറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നതാണ്. ആൻസർ ഉണ്ടാവില്ല. കുറച്ചാൾ മുമ്പത്തെ കാര്യമാണ്. ഞാനിപ്പോൾ ട്രൂ കോളർ യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ വരാറുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക് ഇട്ടിട്ട് അവരുടെ കോള് അപ്പം നമ്മൾ ഫ്ലൈറ്റ് മോഡിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വിളിക്കുന്നവർക്ക് സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ കോൾ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പം നമ്മളെ ഫോൺ റിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രൂ കോളർ അങ്ങനെ ചെയ്യും. അത് എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നിന്ന് ഡയൽ ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, അവർ നമ്മളെ ട്രൂ കോളർ ഐഡിയിലേക്ക് അയക്കും. അപ്പം ഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ട്രൂ കോളർ കാണിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെ ഉപകാരപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ ഉപകാരപ്പെടും. ഇപ്പോൾ നോർമലായിട്ട് ചില ഫോണിൽ പൈസയൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ എപ്പോഴും റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ച സമയമായിരിക്കും, കോള് പോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരാളെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, നമ്മളൊരാളെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയും, നിങ്ങൾക്കിപ്പോൾ നിലവിൽ കോൾ വിളിക്കാനുള്ള ബാലൻസ് ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും 2 ഫോണുകളിലും, വിളിക്കുന്ന ആളുടെ ഫോണിലും എത്തേണ്ട ആളുടെ ഫോണിലും ട്രൂ കോളർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ പോകാറുണ്ട്. അപ്പം അവർക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ് കോളൊന്നും കാണിക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിന്നി മറിയും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ഇത് ഓൾറെഡി മനസ്സിലാവും. കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വരുമ്പോൾ ചിലപ്പോൾ അതിൽ റീചാർജ് കട്ടായിട്ടാണെങ്കിൽ പോലും എനിക്ക് ട്രൂ കോളർ വഴി പണ്ട് കാണാറുണ്ടായിരുന്നു ഇങ്ങനെ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ഞാൻ അറിഞ്ഞ് ഞാൻ വിളിച്ച കാര്യം. അപ്പോൾ ഞാൻ പറയും, ഇതുപോലെ ട്രൂ കോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ ഇങ്ങനെ ട്രൂ കോളറിൻ്റെ ഈ സംഭവം വന്ന സമയത്ത് എൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും നടക്കില്ല, ഇത് വെറും മണ്ടത്തരാന്ന് വഷളത്തരാന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. നിങ്ങളും ട്രൂ കോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2 ഫോണുകളിലും ട്രൂ കോൾ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് കോൾ വിളിച്ചിട്ട് നിങ്ങൾ 2ലും നെറ്റ് ഓണാക്കി വെച്ചിട്ട് കോൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കോൾ വരുന്ന സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഇത് മുമ്പുണ്ടായിരുന്ന അപ്ഡേറ്റ് ആണ്, ഞാൻ പറഞ്ഞില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇനിയിപ്പം ട്രൂ കോളർ ആരും അങ്ങനെ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫീച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലാതെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കണക്ഷൻ എടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ID ഏതാണോ ആ IDയിൽ കൊടുത്തിരിക്കുന്ന നെയിം ഫോൺ വിളിക്കുമ്പോൾ നോർമലായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുറേ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആര് വിളിച്ചു കഴിഞ്ഞാലും അത് കമ്പനിയാണ്, കമ്പനി നെയിം കാണിക്കും. അതല്ല നോർമലി ഒരു വ്യക്തിയുടെ പേരെടുത്ത സിമ്മാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് കാണിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ട്രൂ കോൾ ഇല്ലാതെ തന്നെ നോർമലായിട്ട് കോൾ കാണിക്കാം. അതായത് ഇപ്പം നിലവിൽ നമ്മൾ ചില കോളുകൾ ചെയ്യുമ്പോൾ കൺട്രീസിൻ്റെ നെയിംസും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ നെയിമൊക്കെ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകൾക്ക് ലാൻഡ് നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ ഇന്ന സ്ഥലമാണെന്നൊക്കെ എഴുതി കാണിക്കാറ്. അതുപോലെ തന്നെ ആ പേരും കൂടി നമുക്ക് എഴുതി കാണിക്കും. അപ്പോൾ ട്രൂ കോളർ 2 ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.